സജിത, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ഈ ഷൂട്ടിങ്ങിനിടയിലൊക്കെ ആയതുകൊണ്ട് അതിനുശേഷം വന്ന മാധ്യമവാർത്തകളൊക്കെ ശ്രദ്ധിച്ചോ? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ തന്നെ നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് എത്രമാത്രം അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും ഡ്രാമയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഇനിയാണ് ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ഒരു പ്രധാന പ്രധാനമായിട്ട് ഞങ്ങൾ നോക്കുന്നത്. കാരണം അതാണ് ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ റിപ്പോർട്ടിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ആളുകളുടെ പേരുകളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ധാരാളം എന്താണ് ഇഷ്യൂസ്, അത് വെയ്ജ് ബാറിനെ കുറിച്ചിട്ടാണെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങളില്ലാത്തതിനെ കുറിച്ച് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല, അല്ലാതെ ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ചിട്ട് സ്ത്രീകൾ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ള പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ പോളിസീസ് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത്. അതിന് കോൺക്ലേവ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ കോൺക്ലേവും ആരാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്? ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിലാണെങ്കിലും അതിന്റെ പ്രധാന കാർമ്മികരായി നിൽക്കാൻ പോകുന്ന ആളുകൾ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കമന്റ് പോലും പറയാത്ത ആൾക്കാരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിലെ സജിത, അത് ശരിയാണ്, ആ വിമർശനം നിങ്ങൾക്ക് പരസ്പരം ഉള്ളത് ശരിയാണ്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ ഇൻഡസ്ട്രിയെ ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അത് നവീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിലയിലല്ലേ പോകാൻ കഴിയൂ? അവരടക്കം, ആ സംഘടനകളടക്കം, ഈ സിനിമാ രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരടക്കം പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇതിനും അപ്പുറം ഇപ്പോൾ ഈ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുക്കുന്നതിനും അപ്പുറം എത്രയോ നൂറുകണക്കിന് സ്ത്രീകൾ ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരൊന്നും ഈ കമ്മീഷന് മുമ്പാകെ വന്നിട്ടില്ല. അങ്ങനെ എല്ലാവരെയും കേട്ട് ഈ കമ്മീഷൻ്റെ ശുപാർശകൾ ആ നിലയിലൊക്കെ അങ്ങനെയല്ലേ ഒരു വിശാലമായ നിലയിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം സാധ്യമാകും. അത് WCCക്കും സർക്കാരിനും ഇടയിൽ മാത്രം ചെയ്യേണ്ട ഒന്നുമല്ലല്ലോ. ഇന്നലെ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഒരു വാചകം കൂടി ഈ എന്താ, ഞാൻ വാർത്ത കണ്ടാണ്, അതിനപ്പുറത്തേക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ചോദിക്കട്ടെ, WCCയുടെ ഏതോ ഒരു സ്ഥാപക അംഗത്തിന് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് കമ്മിറ്റി പറയുന്ന നിലയിൽ വാർത്തകളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് അതിനെ പറ്റിയിട്ട് അവര് ചില ഈ മെമ്പേഴ്സിൽ ഒരാള് അങ്ങനെ പറഞ്ഞു എന്നുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അത് ആരാണെന്നോ എന്താണെന്നോ, കാരണം ഇത് എല്ലാവരും ഞങ്ങൾ ആരും തന്നെ ഒന്നിച്ചിരുന്നിട്ട് റിപ്പോർട്ട് എവിഡൻസ് കൊടുത്തതല്ലല്ലോ. എല്ലാവരും ഇൻഡിവിജ്വലി ആണല്ലോ സംസാരിക്കുന്നത്. അപ്പം അവരെ അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ ഫിലിം കോൺക്ലേവ് എന്ന് പറയുന്നതിൻ്റെ ഒരു വിശാലാർത്ഥത്തിൽ അതിനെ കാണാൻ WCCയും തയ്യാറാവണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ മുൻപന്തിയിൽ തന്നെ നിന്ന് നമ്മൾ നിൽക്കാറുള്ള ആൾക്കാരാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഗവൺമെന്റിന് അത് വായിക്കാൻ പറ്റും. ഗവൺമെന്റ് അത് പുറത്തേക്ക് ഇറക്കിയില്ലെങ്കിൽ ഇത് ഇത്രയും ഗൗരവപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, അല്ലേ? എന്നിട്ടും അതില് അതില് കാര്യമായിട്ടുള്ള ആക്ഷൻസ് ഒന്നും നടത്താൻ ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെയാണ് കോൺക്ലേവിനെ കാണുന്നത്. പക്ഷെ അതിനെ കുറിച്ചുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പല താല്പര്യങ്ങളുണ്ട്. ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്ത മനുഷ്യരല്ല അതിന്റെ മുൻകൈ എടുക്കേണ്ടത് എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിനെ ശക്തമായി മോണിറ്റർ ചെയ്യാനുള്ള സ്കോപ്പ് എല്ലാവർക്കും ഉണ്ടാവും. വിശേഷിച്ച് WCCക്ക് നല്ല നിലയ്ക്കുണ്ടാകും. ആ നിലയിൽ തന്നെ അഭിപ്രായ രൂപീകരണവും തീരുമാനങ്ങളും ഉണ്ടാവട്ടെ.